ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ ചായക്കടി ഉണ്ടാക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് നമുക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. എന്താണെന്ന് നമുക്ക് കണ്ടാലോ? ആദ്യം നമുക്ക് അത്യാവശ്യം വലിയൊരു പാൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു 1-1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ചെറിയ ഉള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് ചെറിയൊരു നല്ലൊരു മണം വരുമല്ലോ, അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടുക് താളിക്കുന്ന പോലെ അത്രയും ഒന്നും ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് 1 കപ്പ് വെള്ളം. ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതേ കപ്പിൽ 1 കപ്പ് പൊടി ഞാൻ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിലായാലും നമ്മൾ എത്ര അരിപ്പൊടി എടുക്കുന്നോ അതേ അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറച്ചൊന്ന് മുന്തി നിൽക്കണം. ആ ഒരു അളവിൽ വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. 1/4 ടീസ്പൂൺ ചേർത്തിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 നുള്ളു കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുട്ടുപൊടി അല്ല ചേർക്കുന്നത്, നമ്മുടെ സാധാരണ പത്തിരി ഇടിയപ്പം പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ചേർക്കുന്നത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മളൊരു കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് തോന്നും വെള്ളത്തിൻ്റെ അളവ് തീരെ കുറവാണ് എന്ന് തോന്നും, പക്ഷേ അല്ല, വെള്ളം കറക്റ്റാണ്. പക്ഷേ ചില പൊടികൾക്ക് കുറച്ചധികം വെള്ളം വേണ്ടി വരുന്ന പൊടികളാണ്. ഒരുപാടങ്ങ് പൊടി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം, ഇങ്ങനെ വളരെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മാവ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി നോക്കുക. ഉരുട്ടാൻ പറ്റുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ചേർക്കാനേ പാടില്ല. നല്ലതുപോലെ ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്തെടുക്കണം. ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുക്കാവണം. ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് തന്നെ ഇട്ടിരിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കാനേ പാടില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെക്കാം. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് അടച്ച് ആ ഒരു ചൂടൊന്ന് ആറിക്കിട്ടാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 മുട്ട എടുത്ത് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട, ആ മുട്ട മാത്രം നല്ലതുപോലെ ഒന്ന് കലക്കി വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ കരുതരുത് 1 കപ്പ് അരിപ്പൊടിക്കാണ് 1 മുട്ട എന്ന്. 2 കപ്പൊക്കെ എടുക്കുമ്പോൾ 2 മുട്ട എടുക്കാമെന്ന് കരുതരുത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ 2-3 കപ്പ് അരിപ്പൊടി എടുത്താലും അതിന് 1 മുട്ട ചേർത്താൽ മതി. ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മാവ് ഇപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ രണ്ടിലും നന്നായിട്ട് പച്ചവെള്ളം ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം ഈ ചൂടോടുകൂടി തന്നെ ഇതിനെ കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ കുഴയ്ക്കാൻ പറ്റില്ല. മാവ് വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോവും. പിന്നെ കുഴച്ചാലും സോഫ്റ്റാക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ചൂടോട് കൂടി തന്നെ കുഴയ്ക്കുക. നമ്മുടെ കൈ ഇടയ്ക്കിടയ്ക്ക് ആ പച്ചവെള്ളത്തിലൊന്ന് നനച്ചെടുക്കുക. അല്ലാതെ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുഴയ്ക്കുകയല്ല ചെയ്യുന്നത്. പച്ചവെള്ളം ആ കയ്യിലൊന്ന് നനയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതാ ഇപ്പോൾ കുഴച്ചൊരു ഏകദേശം ഒരു പരുവാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ ആ മുട്ട ചേർത്ത് കൊടുക്കുക. ആദ്യമേ മുഴുവനായിട്ട് മുട്ട അതിലേക്ക് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒരുപാടങ്ങ് വല്ലാണ്ടങ്ങ് സോഫ്റ്റായി നമ്മൾ ചപ്പാത്തി മാവൊക്കെ സോഫ്റ്റ് ആവുന്ന പോലെ അത്രയൊന്നും സോഫ്റ്റ് ആവില്ല. എന്നാലും നമുക്കറിയാൻ പറ്റും ആ ഒരു ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊരു സോഫ്റ്റ് ഡോ ആയിട്ട് വരുന്നത്. കുഴച്ച് വരുമ്പോഴാണത് മനസ്സിലാവുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആ ഒരു മുട്ട മുഴുവനായിട്ടും ചേർത്തിട്ടില്ല. പകുതി മുട്ടയുടെ ബാറ്റർ മാത്രമേ ഒഴിച്ചുള്ളൂ. ബാക്കി പകുതി ഇതിൽ ചേർത്തില്ല. അര മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നതിലാണ് ഈ ഒരു സ്നാക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. എന്നാലോ നമ്മൾ ആ പത്തിരിയൊക്കെ നൈസ് പത്തിരിയുടെയൊക്കെ പൊടി പോലെ അത്രയൊന്നും സോഫ്റ്റൊന്നും ആക്കേണ്ട കാര്യമില്ല. എന്നാലും സോഫ്റ്റ് ആവണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് ഇതാ ഇതിൽ കാണുന്നത് പോലെ നമുക്ക് കയ്യിൽ എടുത്ത് നീളത്തിനാക്കി വെക്കുക. ആദ്യം നമുക്ക് പകുതി മാവെടുത്തിട്ട് ഇതുപോലെ നീളത്തിന് തിരി തെറുത്ത് വയ്ക്കുക. നമ്മൾ ഈ വിളക്കിന് തിരി തെറുക്കില്ലേ, അതുപോലെ ആക്കി വയ്ക്കുക. ആക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് കുഞ്ഞു ബട്ടൺ പോലെ
ആക്കിയെടുക്കണം. നമുക്ക് ആദ്യം ഒരു പകുതി മാവിനെ എല്ലാം ഇതുപോലെ ആക്കി വെക്കാം. എന്നിട്ട് ബാക്കി ആ ഉള്ള മാവിനെ അടച്ച് വെക്കണം. ഇല്ലെങ്കിൽ മാവിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോവും. അരിപ്പൊടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. പിന്നെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ പൊട്ടി വരും. അതുകൊണ്ട് ബാക്കി മാവിനെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതുപോലെ ഓരോന്നായിട്ട് എടുക്കുക. അതിനെ ഇങ്ങനെ നമ്മുടെ കൈ വെള്ളയിൽ വെച്ച് പരത്തുക. പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സൈഡിൽ പൊന്തി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇത് മാത്രമാണ് കേട്ടോ ഇതിലൊരിത്തിരി സമയം എടുക്കുന്ന പരിപാടി. ബാക്കി എല്ലാം പെട്ടെന്ന് കഴിയും. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് സമയം എടുക്കുന്നത് പോലെ തോന്നുന്നതാണേ. ഞാനിപ്പോൾ അതെല്ലാം അങ്ങനെ കുഞ്ഞിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പിയട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് കാലം സൂക്ഷിക്കാനൊക്കെ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ എണ്ണ ചൂടാകണം. എണ്ണ നന്നായിട്ട് ഇങ്ങനെ ഒരു പുക വന്ന് തുടങ്ങുന്ന സമയത്താണ് നമുക്കിതിലേക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോഴൊന്നും തൊടാനേ പാടില്ല. ഒരു മിനിറ്റോളം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് നമ്മുടെ സ്പാച്ചുല എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഇട്ടിങ്ങനെ ഇളക്കണം എന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഒരുപാടിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ ആദ്യമേയൊക്കെ ഇളക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ നമ്മുടെ ചുക്കപ്പമാണ് തയ്യാറാക്കുന്നത്. ചുക്കപ്പം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. പിന്നെ ആ എണ്ണയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പതയെല്ലാം ഒന്ന് അടങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്ന് കിടക്കും. ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. പിന്നെ പുറത്തിരുന്നിട്ട് കുറേ കൂടി നന്നായിട്ടിത് ഒന്ന് മൊരിയുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഒരു കളറുണ്ടാവും. നല്ലൊരു കിലാന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ ഈ സ്നാക്ക് കോരുമ്പോൾ. അതാണ് അതിൻ്റെ പരുവം. നമുക്ക് എണ്ണയിൽ നിന്ന് ആദ്യത്തെ സെറ്റ് കോരി മാറ്റാം. അപ്പോഴേക്കും തന്നെ രണ്ടാമത്തെ സെറ്റ് ഞാൻ മാവെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ രണ്ടാമത് വീണ്ടും സ്നാക്ക് എണ്ണയിലേക്ക് ഇടാൻ തുടങ്ങുന്നതിന് മുൻപ് എണ്ണ നല്ലതുപോലെ ചൂടാക്കുക. എന്നിട്ട് വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇതിലേക്ക് ഇടാൻ. രണ്ടാമത്തെ തവണയൊക്കെ നമ്മൾ സ്നാക്ക് ഇടുമ്പോൾ എണ്ണ ഭയങ്കരമായിട്ട് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും. കാരണം നമ്മുടെ പാത്രവും എണ്ണയും എല്ലാം നല്ലതുപോലെ ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം, കയ്യിലേക്ക് എണ്ണ തെറിക്കാതെ വേണം ചെയ്യാനായിട്ട്. ഇതാ നമ്മുടെ ചുക്കപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ്. 1-2 എണ്ണം കഴിക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് തോന്നില്ലേ, പക്ഷേ ഒരു 4-5 എണ്ണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും. പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക. പൊടി എത്ര എടുക്കുന്നോ അതേ അളവിൽ മാത്രം വെള്ളം എടുക്കുക. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അവസാനം നമ്മളിതിനെ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അത് ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചോളുക. അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളി ചുക്കപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതുതരം റെസിപ്പിയാണ് വേണ്ടതെന്നുകൂടി കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.